റോഡിലെ കുഴിയും വെള്ളക്കെട്ടും പതിവാകുമ്പോൾ പ്രതിഷേധവും വേറിട്ട വഴികളിലേക്ക് മാറുകയാണ്. കയ്പമംഗലം ചെളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതത്തിനെതിരെ നാട്ടുകാർ നടത്തിയ പ്രതിഷേധമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചി ഇറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിച്ചുമായിരുന്നു യുവാക്കളുടെ പ്രതിഷേധം. കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായി റോഡിന്റെ ഒരു ഭാഗം കുഴിച്ച ശേഷം JCB ഉപയോഗിച്ച് മൂടിയിരുന്നു. എന്നാൽ ശക്തമായ മഴയെ തുടർന്ന് ആ ഭാഗം തോടിന് സമാനമായി മാറുകയും റോഡിലാകെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ മഴവെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇതിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലവും പാഴാകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഒരു കൊല്ലത്തോളമായിട്ട് ഏകദേശം ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ 6 മാസം മുമ്പ് ഇവിടുത്തെ പൊതുജനങ്ങൾ സമരം ചെയ്യുന്നത് ഇവിടെ പൊടിശല്യം മൂലമായിരുന്നു. ഇന്നും ഇതിനൊരു വ്യത്യാസമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി PK ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ മഴക്കാലത്ത് കുഴികൾ ഉണ്ടാവും. പക്ഷെ ഇത് മഴക്കാലത്തുണ്ടായ കുഴികളല്ല, വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരന്റെ അനാസ്ഥ മൂലം ഒരു കൊല്ലമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സമരങ്ങൾ നമ്മൾ ചെയ്ത് എന്നിട്ടും ഇന്നേ വരെ ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഇതിലെ തന്നെ ഏകദേശം ഒരു 50-ൽ മേലെ സ്കൂൾ വണ്ടികളും അതുപോലെ വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും യാത്ര ചെയ്യുന്നത്. ഒരു റോഡിന്റെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് കുളമായി മാറിയതോടെ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ, പ്രായമായവർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളുടെ യാത്രയാണ് ദുരിതത്തിലായത്. വാഹനങ്ങൾ അപകട ഭീഷണിയിലൂടെയാണ് കടന്നുപോകുന്നത്. കാൽനട യാത്രക്കാരും വലിയ ബുദ്ധിമുട്ടിലാണ്. അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് വെള്ളക്കെട്ട് തന്നെ പ്രതിഷേധ വേദിയാക്കി നാട്ടുകാർ വ്യത്യസ്ത സമരം സംഘടിപ്പിച്ചത്. വെള്ളക്കെട്ടിൽ കുളിച്ചും ചെറിയ വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിക്കുന്നതായി അഭിനയിച്ചുമാണ് യുവാക്കൾ പ്രതിഷേധിച്ചത്. കരാറുകാരന്റെയും വാട്ടർ അതോറിറ്റിയുടെയും ഗുരുതരമായ അനാസ്ഥയാണ് നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കുകയും പൈപ്പ് ചോർച്ച പരിഹരിക്കുകയും ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. PM നജിമുദ്ദീൻ, TU അഹമ്മദ്, PM അസ്ലം, KK ഷക്കീർ, താഹിർ, KK ഷജീർ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.